സ്വാഭാവികമായ ഒരു നടപടിയാണ് മന്ത്രി ജോർജ് കുര്യന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ രാജ്യസഭാ കാലാവധി ഈ ഞായറാഴ്ച അവസാനിച്ചിരുന്നു. അതിനു മുമ്പായി തന്നെ അദ്ദേഹം പദവി ഒഴിഞ്ഞേക്കും എന്നുള്ള സൂചനകൾ ലഭിച്ചിരുന്നു. എന്തായാലും ഈ തന്റെ കാലാവധി പൂർത്തിയാക്കിയ പശ്ചാത്തലത്തിൽ കഴിഞ്ഞ ദിവസം തന്നെ മന്ത്രി ജോർജ് കുര്യൻ BJP നേതൃത്വത്തെ രാജ്യസന്നദ്ധത അറിയിച്ചിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ചയ്ക്ക് സമയം തേടിയിരുന്നു. സാങ്കേതികമായി പ്രധാനമന്ത്രിക്കാണ് രാജിക്കത്ത് കൈമാറേണ്ടത് എന്ന ഒരു സാഹചര്യവുമുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിലായിരുന്നു അദ്ദേഹം അത്തരത്തിലൊരു പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ചയ്ക്ക് സമയം തേടിയത്. ഇതിന് പിന്നാലെയാണ് അദ്ദേഹത്തിന്റെ രാജി ഇപ്പോൾ അംഗീകരിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ രാജി രാഷ്ട്രപതി അംഗീകരിച്ചിരിക്കുന്നു. അദ്ദേഹം നേരത്തെ നേതൃത്വത്തിന് സമർപ്പിച്ച രാജിക്കത്താണ് ഇപ്പോൾ രാഷ്ട്രപതി അംഗീകരിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ അടുത്ത ചുമതലകൾ സംബന്ധിച്ച് BJP ദേശീയ നേതൃത്വത്തിൽ നിന്നും ഇതുവരെയും നിർദ്ദേശങ്ങളൊന്നും ലഭിച്ചിട്ടില്ല എന്നാണ് അദ്ദേഹത്തിന്റെ ഓഫീസ് അറിയിക്കുന്നത്. എന്നാൽ സംഘടനാ രംഗത്തേക്ക് അദ്ദേഹം തിരിച്ചു പോകും എന്നുള്ള വിവരമാണ് BJP നേതൃത്വത്തിൽ നിന്നും ലഭിക്കുന്നത്. അത് സംസ്ഥാനത്തായിരിക്കുമോ, ദേശീയ തലത്തിൽ ഡൽഹിയിൽ തന്നെ മറ്റെന്തെങ്കിലും ചുമതലയിലായിരിക്കുമോ എന്ന കാര്യത്തിൽ ഈ ഒരു ഘട്ടത്തിൽ വ്യക്തതയില്ല. പുനഃസംഘടനയോടെ മാത്രമായിരിക്കും അക്കാര്യത്തിൽ വ്യക്തതയുണ്ടാവുക. എന്തായാലും മന്ത്രി ജോർജ് കുര്യന്റെ രാജി രാഷ്ട്രപതി അംഗീകരിച്ചിരിക്കുകയാണ്.